കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. ഒരു കാട്ടുകുതിരയുടെ കഥ കേട്ടാലോ? കഥയുടെ പേര് സ്വാതന്ത്ര്യം അടിയറ വെച്ച കാട്ടുകുതിര. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളയ്ക്കൽ. കാട്ടുകുതിരയ്ക്ക് കൊമ്പില്ലെങ്കിലും നല്ല ഉശിരുള്ള അവനെ എല്ലാവർക്കും ഭയമായിരുന്നു. മനുഷ്യരും മൃഗങ്ങളുമെല്ലാം അവൻ്റെ കുളമ്പടി കേട്ടാൽ വഴിയിൽ നിന്ന് മാറും. അവന് സ്വതന്ത്രമായി മേഞ്ഞു നടക്കാനായി കാടിനടുത്തൊരു പുൽത്തകിടി ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു കലമാൻ ആ പുൽത്തകിടിയിൽ കയറി പുൽത്തകിടി ആകെ വൃത്തികേടാക്കി. കുതിരയ്ക്ക് കലമാനെ എതിരിടാൻ ധൈര്യം വന്നില്ല. അതിനാൽ അവൻ കാടിനടുത്ത് പാർത്തിരുന്ന ഒരു മനുഷ്യനെ പോയി കണ്ട് സങ്കടം പറഞ്ഞു. കലമാനോട് പ്രതികാരം ചെയ്യാൻ ഞാൻ സഹായിക്കാം. അതിന് എനിക്ക് നിന്റെ പുറത്ത് കയറി സവാരി ചെയ്യേണ്ടി വരും, ആയുധം ഉപയോഗിക്കേണ്ടി വരും. പിന്നെ ഒരു പ്രധാന കാര്യം, നിന്റെ വായിൽ കടിവാളം കെട്ടേണ്ടി വരും. കാട്ടുകുതിര എല്ലാത്തിനും സമ്മതം മൂളി. പിന്നെ താമസമുണ്ടായില്ല. മനുഷ്യൻ കുതിരപ്പുറത്ത് ജീനി കെട്ടി കുതിരയുടെ വായിൽ കടിവാളം ഘടിപ്പിച്ചു. അതിൽ പിന്നെ കുതിരപ്പുറത്തായി അവൻ്റെ സഞ്ചാരം. കുതിരയെ സ്വന്തം കാര്യങ്ങൾക്കായി ഉപയോഗിച്ചു തുടങ്ങിയ മനുഷ്യൻ കുതിരയ്ക്ക് പാർക്കാൻ കുതിരാലയമുണ്ടാക്കി, കുതിരയ്ക്ക് ഭക്ഷണം നൽകി. അങ്ങനെ കുതിരയ്ക്ക് മനുഷ്യൻ്റെ അടിമയായി കഴിയേണ്ടി വന്നു. കാട്ടിലെ രാജാവായി സ്വാതന്ത്ര്യത്തോടെ കഴിഞ്ഞിരുന്ന ആ നല്ല നാളുകളെപ്പറ്റി കുതിര ഇടയ്ക്കിടെ ഓർത്ത് സങ്കടപ്പെടും. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയ കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.